ടി.കെ. രാജ്മോഹൻ റിട്ടയർഡ് SP, ഡോക്ടർ മോഹൻ റോയ് മനഃശാസ്ത്രജ്ഞൻ, ഡോക്ടർ നിതിൻ മനഃശാസ്ത്രജ്ഞൻ, M.M. ഷാഫി അഫാന്റെ ബന്ധു എന്നിവരെയാണ് ചർച്ചയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യം നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ നിതിനാണ്. ഡോക്ടർ നിതിൻ, നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നത്, അതും ഇതുപോലെയുള്ള അരും കൊലകൾ നടക്കുന്നതുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 2025 എന്ന വർഷം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ മനസ്സ് മരവിപ്പിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുണ്ട്. പക്ഷേ അതിലെല്ലാം വേറിട്ടു നിൽക്കുകയാണ് ഇന്നലെ നമ്മൾ കേട്ട വാർത്ത. സ്വന്തം കുടുംബത്തിലെ തന്നെ ആളുകളെ അരും കൊല ചെയ്തിട്ട് ആരും അറിയാതെ പോലീസ് സ്റ്റേഷനിലെത്തി വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് പുറം ലോകം ആ കുറ്റകൃത്യത്തിന്റെ കാര്യങ്ങൾ അറിയുന്നത് പോലും. എങ്ങനെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത്? ഏത് തരം മനോനിലയാണ് ഇത്തരം അരും കൃത്യങ്ങളിലേക്ക് നയിക്കുന്നത്? വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഇന്നലെ വൈകുന്നേരം ഈ വാർത്ത പുറത്തു വന്നത് മുതൽ കേരളം മുഴുവനും സോഷ്യലി വളരെ അപ്സെറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പലരും കടന്നു പോകുന്നത്. പലരും എന്നെ വിളിച്ചോ പറഞ്ഞു, ഇന്നലെ രാത്രി പലർക്കും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സമൂഹത്തിലേക്ക് അവരുടെ മക്കളെ പുറത്തേക്ക് അയക്കാനും അല്ലെങ്കിൽ സമൂഹത്തിൽ ഫ്രീ ആയിട്ട് അവരുടെ ലൈഫ് കണ്ടക്ട് ചെയ്യുന്നതിനൊക്കെ വലിയ പ്രയാസവും മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥതയും പലരും നേരിടുന്നതായിട്ട് നേരിട്ടും വിവിധ മാധ്യമങ്ങളിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു വലിയ ഒരു അരക്ഷിത അവസ്ഥ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മാനസികമായിട്ടെങ്കിലും പല ആൾക്കാരുടെ ഉള്ളിൽ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. അപ്പം എല്ലാവരും ഇതിന്റെ ഒരു കാരണം എന്താണ് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതുവരെയുള്ള ഇൻഫർമേഷൻ വെച്ച് തോന്നിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു കാരണമായിരിക്കും. ഇപ്പൊ ധാരാളം കാരണങ്ങൾ പറയുന്നുണ്ട്. ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക രോഗമായിരിക്കാം, പ്രണയത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വന്നതായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒറ്റ റീസണിലേക്ക് നമ്മൾ ഇതിനെ ചുരുക്കി കാണുന്നതിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ ഈ ഒരു ആക്ടിലേക്ക് ആ വ്യക്തിയെ എത്തിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. മാനസികമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അബ്നോർമൽ ആയിട്ടുള്ള ബിഹേവിയറിനെ വിലയിരുത്തുമ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടാണ് ആന്റി സോഷ്യൽ, അതുപോലെ ബോർഡർ ലൈൻ പോലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ആയി കാണുന്നത്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളും ഈ പ്രതിയുടെ ബിഹേവിയേഴ്സ് എല്ലാം തന്നെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരാനാണ് സാധ്യത. പക്ഷെ അതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആവാം ഒരു പക്ഷെ ഇത്തരത്തിലുള്ള വലിയ ബ്രൂട്ടൽ ആയിട്ടുള്ള കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാവാനാണ് സാധ്യത. അപ്പോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇതിന്റെ കാരണം വിലയിരുത്തുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വിലയിരുത്തുമ്പോൾ തന്നെ, ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം മറ്റു ആൾക്കാർ, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന പ്രത്യേകിച്ച് മലയാളികളൊക്കെ തന്നെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാനസിക സംഘർഷം കൂടെ നമ്മൾ ഈ സമയത്ത് ലഘൂകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഈ ഒരു വാർത്ത, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ വളരെ വർദ്ധിച്ചു വരുന്ന വിഷയങ്ങളെ, വയലന്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിന്, ബ്രൂട്ടൽ ആയിട്ടുള്ള മർഡറുകളെ, ഇവയെല്ലാം തന്നെ മാനസികമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹവും വ്യക്തികളെല്ലാം തന്നെ പ്രിപ്പയർ ആവേണ്ടുന്നതും മാനസികമായിട്ട് അവർ ഒരുക്കേണ്ടതും അത്യാവശ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാര് പൊതുവില് ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ള ക്ലസ്റ്റർ ബിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ പെട്ടെന്ന് ഒരു പൊടുന്നനെ ഒരു ബ്രൂട്ടൽ മർഡറിലായിരിക്കില്ല ആരംഭിക്കുന്നത്. ആ വ്യക്തിയുടെ ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനു മുമ്പ് പലതരത്തിലുള്ള ഇതിന് ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പലതരത്തിലുള്ള ഇഷ്യൂസും മറ്റു പല ആൾക്കാർക്കും ആ വ്യക്തിയുടെ സ്വന്തം ജീവിതത്തിലും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവാനാണ് സാധ്യത. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയും, 18 വയസ്സിന് താഴെ പ്രായമുള്ള വ്യക്തികളിൽ ആണ് ഇത്തരത്തിലുള്ള ബിഹേവിയർ അല്ലെങ്കിൽ കണ്ടക്ട് ഡിസോർഡറിന്റേതായിട്ടുള്ള സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം നിരീക്ഷിക്കുകയും അവരെ പ്രത്യേകം അഡ്രസ് ചെയ്യുകയും അവരെ റീഹാബിലിറ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്നതായ ഇന്റർവെൻഷൻസും സെപ്പറേറ്റ് ചെയ്തു അവരെ റീമോൾഡ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുക. അതെപ്പോഴും
ഈ വ്യക്തികളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ് അതിനെ അഡ്രസ് ചെയ്യാനും അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും കഴിയും. ഇപ്പൊ പലരും ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കള് ഇതുപോലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇൻസിഡന്റ് അവരുടെ പ്രായത്തിലുണ്ടാവുമ്പോൾ അതിനെ ഇഗ്നോർ ചെയ്ത് കളയുകയാണ് പതിവ്. അത് പ്രായത്തിൻ്റെതാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളായിരിക്കും, അവൻ വലുതാവുമ്പോൾ ശരിയാവും എന്നുള്ള രീതിയിൽ ഇഗ്നോർ ചെയ്ത് കളയുകയാണ് ചെയ്യുക. അപ്പം ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന എല്ലാ ബ്രൂട്ടൽ മർഡറുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി, ആ വ്യക്തിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഹിസ്റ്ററിയിൽ എന്തായാലും മുമ്പ് പല രീതിയിലുള്ള അബ്നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ അത് നേരത്തെ തന്നെ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ സഹായത്തോടു കൂടെ ഏറ്റവും അടുത്ത നിൽക്കുന്ന ആൾക്കാര് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്പീറ്റ് ചെയ്യുന്ന ഇൻസിഡൻസ് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും മറ്റ് സാമൂഹിക കൂട്ടായ്മകളിലൊക്കെ ആണെങ്കിലും ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ പറ്റിയിട്ട് ഒരു ഐഡിയ പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തൊക്കെയാണ് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉള്ള സിംറ്റംസ് എന്നുള്ളത്. അപ്പൊ അത് ഡോക്ടർ നിതിൻ, താങ്കൾ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നുണ്ട് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ, അവരിൽ ഇത്തരം മുൻകാലങ്ങളിലും ഇതിന്റെ സമാനമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസോർഡർ സൂചിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാമെന്ന്. ഇപ്പോൾ 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഈ വിവരം പുറം ലോകം അറിഞ്ഞിട്ട്. അപ്പോൾ മുതൽ അയൽവാസികളായ ഓരോരുത്തരെയും മാധ്യമങ്ങൾ കാണുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആർക്കും തന്നെ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് അത്തരം ഒരു പരാമർശങ്ങളും നടത്താൻ കഴിയുന്നില്ല. അവർക്കൊന്നും അങ്ങനെ ഒരു മുൻകാല അനുഭവങ്ങളില്ല. മാത്രവുമല്ല, കുറച്ച് അന്തർമുഖനായ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാൾ, അധികം ആരുമായും കമ്പനി ഒന്നുമില്ല, പക്ഷേ അനുജനുമായിട്ടൊക്കെ വളരെ സൗഹൃദത്തിലൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. മറിച്ച് ഒന്നും ഒരാൾക്ക് പോലും ചൂണ്ടിക്കാണിക്കാനില്ല. ഒന്നോ രണ്ടോ തവണ എന്തോ മനോവിഷമത്തിൽ ആത്മഹത്യാ സൂചനകൾ നടത്തി എന്നത് ഒഴിച്ചാൽ. തീർച്ചയായും ഞാനും ആ റിപ്പോർട്ട് കണ്ടിരുന്നു. അത് വളരെ ശരിയാണ്. ഈ ആത്മഹത്യ സൂചന അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി എന്നുള്ളത് തന്നെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരുന്ന ഒരു സിംറ്റമാണ് ആത്മഹത്യ സ്രവം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഫോർമെന്റിന്റെ റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇപ്പൊ നമ്മള് ഒരാളുടെ ഹിസ്റ്ററി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പെരിഫറൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമെന്റ് ആണ് നമുക്ക് ആ വ്യക്തിയെ കുറിച്ചുള്ള മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനിലെ ഇൻഫർമേഷൻസ് തരുന്നതെങ്കിൽ അത് നമ്മൾ റിലയബിൾ ആയിട്ട് കാണാറില്ല. കാരണം ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളിനാണ് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ്, അവർക്ക് മാത്രമാണ് വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇൻപുട്ടുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുക. പെരിഫറൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ പലരും വളരെ നല്ല രീതിയിൽ മാന്യമായ വസ്ത്രം ധരിച്ച് മറ്റുള്ള ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ ഇടപെട്ട് നടക്കുന്നവരായിരിക്കാം. പക്ഷെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് മാത്രമാണ് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള, പ്രത്യേകിച്ച് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ പോലുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇവാലുവേഷൻസ് നടത്തുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഇൻപുട്ട് കിട്ടുകയുള്ളൂ എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഇൻഫോർമെന്റിന്റെ റിലയബിലിറ്റിയും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത്തരത്തില് കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടും സയന്റിഫിക് ആയിട്ടും ഇതിനെ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ കുറെ കൂടെ ഡീപ്പ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.